പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം തിരുവചനം. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. കത്തോലിക്ക സഭയുടെ ചരിത്രത്താളുകളിൽ ജീവന് വേണ്ടിയുള്ള ഒട്ടനവധി വിശുദ്ധർ നടത്തിയ അലച്ചിലുകളുടെ യാത്രകളുടെ വിവരണമുണ്ട്. ആ ജീവൻ ഈശോ തന്നെയായിരുന്നു. ഈശോയെ സ്വന്തമാക്കാനുള്ള ഒരു യാത്രാ വിവരണത്തിൻ്റെ പേരായിരിക്കണം തിരുസഭയുടെ പേര്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ഇങ്ങനെയാണ് പറയുക: ഞാൻ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ അവിടുത്തെ മറന്നിട്ടില്ല. കാരണം കർത്താവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മളും യാത്ര ചെയ്യുന്നവരാണ്. അലച്ചിലിലാണ് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും. ഈ അലച്ചിൽ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യമാണ് കർത്താവ് ചോദിക്കുക. കർത്താവിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു അലച്ചിൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈശോയെ സ്വന്തമാക്കുന്നവർ ജീവനെ സ്വന്തമാക്കുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അലച്ചിലുകളിൽ, യാത്രകളിൽ കർത്താവിനെ സ്വന്തമാക്കുവാനായിട്ടുള്ള സഞ്ചാരങ്ങളെ ഇഷ്ടപ്പെടാം. ആ സഞ്ചാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ജീവൻ നൽകുന്നത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.